2024 തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട 5 ഗെയിമുകൾ. ഒന്നാമത് GTA Vice City. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്ന് ചോദിക്കണ്ട. GTA Vice City നമ്മുടെ നെറ്റ്ഫ്ലിക്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് അതിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കണം നിങ്ങളിത് കളിക്കേണ്ടത്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഗെയിമിൻ്റെ ഓവറോൾ ഗ്രാഫിക്സ് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല ടെക്സ്ചേഴ്സ് റെസൊല്യൂഷനൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഇട്ട് എങ്ങനെയാണോ കളിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മൂവ്മെൻ്റ് എല്ലാം സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ ലാഗുകളൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കാറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി, അല്ലെങ്കിൽ കാറുകളൊക്കെ ഭയങ്കര ഈ പിക്സലേറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. പിക്സലേറ്റഡ് അല്ലാത്ത നല്ല വൃത്തിയുള്ള കാറ് കിട്ടും. നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും. ആൻഡ് ഞാൻ ട്രൈ ചെയ്തത് S23 അൾട്രയിലാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ ഫോൺ ഉപയോഗിച്ചത് കൊണ്ടാണ് എനിക്ക് അത്രയും പെർഫോമൻസ് കിട്ടിയത്. എന്തായാലും നിങ്ങളുടെ ഒരു മിഡ് റേഞ്ച് ഫോണിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ആവും. ബട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഏകദേശം 3-4 GB വരും. ആദ്യം നിങ്ങൾ 1 GB ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഗെയിമിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഒരു 2.98 GB എന്തോ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കൂടി ഡൗൺലോഡ് ചെയ്ത് വരപ്പം അത്യാവശ്യം സൈസ് ഉണ്ടാവും. ബട്ട് നിങ്ങൾക്ക് GTA Vice City എന്ന ഗെയിം ആർക്കടയെ വീണ്ടും കളിക്കാൻ ഇഷ്ടമല്ലാത്തത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അടുത്ത ഗെയിം ഹിപ്പി സ്കേറ്റ്. ഹിപ്പി സ്കേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിപ്പി ഒരു സ്കേറ്റ് ബോർഡിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടാവും. നിങ്ങൾ ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് ഇങ്ങനെ ആകാശത്ത് കുറേ കോയിൻസ് ഉണ്ടാവും. ഈ കോയിൻസിനെ മൊത്തം ചാടി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. എല്ലാ കോയിൻസും കളക്ട് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലൂടെ അല്ലെങ്കിൽ അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റുക. ഇതിനകത്തുള്ള ഒരു ഫണ്ണി സ്പാട്ട് എന്താണെന്ന് അറിയാമോ? ഭയങ്കര രസമാണ്. ഈ ഗെയിം കളിക്കേണ്ടത് നിങ്ങളുടെ ഇടത്തെ കൈ വെച്ചിട്ട് ടാപ്പ് ചെയ്യണം. ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കറങ്ങുന്നതിൻ്റെ അതായത് സ്കേറ്റ് ബോർഡിൻ്റെ സ്പീഡ് കൂടും. എന്നാൽ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യപ്പോഴാണ് ഇവനിങ്ങനെ പൊങ്ങി ചാടുന്നത്, അതായത് പൊങ്ങി ഏറ്റവും ടോപ്പിലെത്തുന്നത്. ആക്ച്വലി നമ്മുടെ ഹ്യൂമൻ നേച്ചർ വെച്ചിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡിന് ടാപ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് വരുന്നത്. ഇതിലിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് വെച്ച് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. എന്നെ കൊണ്ടൊക്കെ ഉള്ള നിങ്ങളെ കൊണ്ട് പറ്റുവാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ റൈറ്റ് ഹാൻഡിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇടത്തേക്കേ പോകും, ഇടത്തേക്കേ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലത്തേക്കേ പോകും. ഇത് മൊത്തത്തിൽ മെസ്സാവും. ഈ അവസാനം ഒരു കോയിനൊക്കെ ഇങ്ങനെ ആകാശത്ത് കാണുവേ, ഇതിനൊക്കെ ചാടി പിടിക്കാറുണ്ടല്ലോ എൻ്റെ പൊന്നിടാവേ, ഭയങ്കര പാടാണ്. അടുത്ത ഗെയിം നമ്മുടെ വാർസോണുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ള ഒരു ഗെയിമാണ് കോമ്പാറ്റ് മാസ്റ്റർ. ഈ കോമ്പാറ്റ് മാസ്റ്റർ നിങ്ങൾ ഇതിന് മുന്നേ കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കുക. നിങ്ങൾക്കൊരു മൾട്ടിപ്ലെയറും അതുപോലെ തന്നെ കരിയറും കിട്ടുന്നുണ്ട്. ഇത് ഓൺലൈൻ ആയിട്ടുള്ളൊരു മൾട്ടിപ്ലെയർ ഗെയിമാണ്. നിങ്ങളൊരു സെർവറിലോട്ട് ജോയിൻ ചെയ്യും. അതിനകത്ത് ഡെത്ത് മാച്ച് ഉണ്ട്. ആക്ച്വലി നമ്മുടെ വാർസോൺ കളിക്കുന്നത് പോലെ തന്നെയാണ് ഗെയിമിൻ്റെ ഫിസിക്സ്. ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂവിലായിരിക്കും ഗെയിം മൊത്തത്തിൽ പോകുന്നത്. നിങ്ങൾ അവിടെ കുറേ ആളുകളുണ്ടാവും, ഓരോ ആൾക്കാരായിട്ട് കൊന്നു തീർക്കുക എന്നുള്ളതാണ്. ആദ്യമൊക്കെ നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ, അതായത് ഇറങ്ങുക അപ്പം മരിക്കുക എന്നുള്ള സ്കീമായിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചലഞ്ചിങ് ആണ്. കാര്യം വെച്ചാൽ ഈ നമ്മളെ കൊല്ലുന്ന ആളുകളുടെയൊക്കെ പേര് കാണിക്കും. അപ്പോൾ അവനെയൊക്കെ തിരിച്ച് കൊല്ലാനൊക്കെ ഭയങ്കര പ്രതികാര ബുദ്ധിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫണ്ണ് ഗെയിമാണ്. നിങ്ങൾക്ക് ഓരോ തവണ ഓരോ ഗണ്ണുകളായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ഗണ്ണുമായിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല പെർഫോമൻസ് അനുസരിച്ച് നമ്മുടെ ഗണ്ണൊക്കെ നമുക്ക് നല്ല രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും. കളിക്കാൻ കുറച്ചധികം പ്രയാസമാണ്. പക്ഷേ കളിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഗെയിമുകൾ വാർസോൺ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത എൻ്റെ ഗെയിമാണ് ഫേവറേറ്റ് ഓഫ് ഫേവറേറ്റ്. പക്ഷേ ഇത് നമ്മുടെ ഐഫോണിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ആൻഡ്രോയിഡിലും ഉണ്ട്. ഈ ഒരു മാസം അവസാനം, അതായത് ഈ ഒരു ജാനുവരി 29 ഈ 2 ഗെയിമുകൾ നമ്മുടെ ആൻഡ്രോയിഡിൽ ലോഞ്ച് ആവും. കറൻ്റ്ലി ഇപ്പോൾ ഐഫോണിൽ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൺ ഫയർ ബ്രിഗേഡ്. ഈ ഗൺ ഫയർ ബ്രിഗേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഗെയിമിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ടോപ്പ് വ്യൂ ആംഗിളിലായിരിക്കും ഈ ഒരു ഗെയിം മൊത്തത്തിൽ പോകുന്നത്. നമ്മൾ അവിടെ ഓരോ ആരോസ് ഒക്കെ വരച്ചിട്ടുണ്ടാവും. ആ ആരോസിനനുസരിച്ച് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് ഓടിയെത്തണം. ഈ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് ഓടിയെത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മോൺസ്റ്റേഴ്സ് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ ഗണ്ണും കൊണ്ട് കുറേ മനുഷ്യർ വരും. അപ്പോൾ അവരെല്ലാം കൊന്നു തള്ളുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് കൊല്ലാനായിട്ട് ഭയങ്കര എളുപ്പമാണെന്നുള്ളത്. ഒട്ടും എളുപ്പമല്ല. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 2-3 ലെവലൊക്കെ കഴിയുന്ന സമയത്ത് ഒരു കൂട്ടത്തോടെ ആളുകൾ വരും. ഇവരെല്ലാവരും ഓരോ ആംഗിൾ പിടിച്ച് കൊല്ലുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. അത് മാത്രമല്ല അവരുടെ വെടി നമുക്ക് കൊണ്ടു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഹെൽത്തും പോവും. ബട്ട് ഇതിനകത്ത് വെടി വയ്ക്കാൻ ഭയങ്കര രസമാണ്. ഓപ്പണൻ്റ് മരിക്കപ്പോൾ അതിൽ നിന്നൊരു പച്ച കളർ സാധനം ഇങ്ങനെ തെറിച്ച് വീഴും. ഭയങ്കര രസമാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗെയിം സീരീസിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഗെയിമാണിത്. അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്ത ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ദ വേൾഡ് ഫേമസ് റെസിഡൻറ്റ് ഈവിൽ 4. ഇത് ഐഫോണിലോട്ട് നമ്മുടെ PS-ന്ന്, അത് പ്ലേ സ്റ്റേഷനിൽ നിന്ന് അതേപോലെ പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതേ ഗ്രാഫിക്സിൽ നിങ്ങൾ ഈ ഒരു ഗെയിം ഇപ്പോൾ കാണപ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന അതേ ഗ്രാഫിക്സിൽ നിങ്ങളുടെ ഫോണിൻ്റെ അത് കളിക്കാൻ പറ്റും. ആൻഡ് ഇത് ഞാനിപ്പോൾ കളിക്കുന്നത് 15 Pro Maxലാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കേപ്പബിലിറ്റിയും കൂടി ഇതിനകത്ത് മാറ്റർ ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് 13 11 12 ഒക്കെ വെച്ചിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. ഗെയിമിൻ്റെ ക്വാളിറ്റി എക്സെപ്ഷണലാണെന്ന് വെച്ചാൽ എക്സെപ്ഷണലാണ്. നിങ്ങൾക്ക് ഗെയിം പാഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിം പാഡ് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പം ഈ ഒരു ഗെയിം ഫോണിൻ്റെ അകത്ത് കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ അകത്ത് നമ്മുടെ ജോയ്സ്റ്റിക്കിൻ്റെ ലേഔട്ട് വരും. ആ ലേഔട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ വ്യൂവിനെ നശിപ്പിക്കുന്നുണ്ട്. എന്നാലും ഈ ഗെയിം അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ അകത്ത് കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല പരിപാടിയാണ്. ക്വാളിറ്റി, ഗ്രാഫിക്സ്, ടെക്സ്ചേഴ്സ്, റിഫ്ലക്ഷൻ എല്ലാം കിട്ടില്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു പിള്ളേരെ അന്യായ സാധനം വെച്ചാൽ അന്യായ സാധനം. ഗെയിം സൈസ് കുറച്ച് അത്യാവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡൗൺലോഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5 ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS ഗെയിമുകളെന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.